ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറയുന്നത് 12 പേരാണ് ആ മുറിയിൽ നിന്ന്. അദ്ദേഹത്തിന് തന്നെ 3 മക്കൾ, മൂന്നാമത്തെ കുട്ടി 1.5 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ കൊടുക്കുന്നതിലൊക്കെ ചില വോളണ്ടിയർമാർ പിശുക്ക് കാണിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം അത് തുണി കഴുകാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസം പുതുത് ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നതിന് മടി കാണിക്കുന്നു. അവിടെയുണ്ട്, ബോക്സുകളിൽ വന്ന് കിടപ്പുണ്ട്, പക്ഷേ അത് എടുത്തു കൊടുക്കാൻ മടി കാണിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷേ പരിഹരിച്ച് പോകാവുന്ന പ്രശ്നങ്ങളാണ്. ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ ക്യാമ്പ് തുടരുന്ന ഘട്ടം വരെ ക്യാമ്പുകളിൽ ഒരു കൃത്യമായ നിരീക്ഷണവും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ക്യാമ്പിൽ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട് ഓരോ ക്യാമ്പിലും. ഇപ്പോൾ ഈ പറഞ്ഞ 14 ക്യാമ്പിൽ 14 ഉദ്യോഗസ്ഥന്മാർ നോഡൽ ഓഫീസേഴ്സാണ്. ആ 14 ഉദ്യോഗസ്ഥന്മാരും അതാത് ദിവസത്തെ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. ക്യാമ്പിൽ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ക്യാമ്പിലുള്ളവരെ കുറിച്ച് അറിയാനോ മറ്റെന്തെങ്കിലും സംശയത്തിനോ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം. അവിടെ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ടാവും. ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട്. ഇപ്പുറത്ത് മെഡിക്കൽ വിങ് ഉണ്ട്. ക്യാമ്പിലുള്ള ആർക്കെങ്കിലും എന്ത് അസുഖം ഉണ്ടെങ്കിൽ മരുന്ന്, മറ്റു പരിശോധന സംവിധാനങ്ങൾ, അവിടെ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷനായി തിരിച്ച് ആ സെക്ഷൻ ഓരോ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. എല്ലാ ദിവസവും മെയിൻ നോഡൽ ഓഫീസർ ഈ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട് ക്യാമ്പിൻ്റെ സെപ്പറേറ്റും അതല്ലാതെ നോഡൽ ഓഫീസേഴ്സിൻ്റെ മീറ്റിങ്ങും ഞങ്ങൾ നടത്താറുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച് പോകുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആർക്ക് ചൂണ്ടിക്കാട്ടാം, അപ്പം ഞങ്ങൾ ഇടപെടും. അപ്പം തന്നെ ഇടപെടും, ഒരു ടീമായി നിന്നുകൊണ്ട് ഇടപെടും. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ പ്രശ്നം, അതും ക്യാമ്പ് അംഗങ്ങളോട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 18 ടീമിൻ്റെ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ടാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ 253 വീട് തയ്യാറായി അത് ഒരു ക്രമവും ഇല്ലാതെ ആളുകളെ മാറ്റിക്കഴിഞ്ഞാൽ അതിന് പരാതി ഉണ്ടാവും. പരാതി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇന്ന വീട്ടിൽ ഇന്നയാൾ പോകണം എന്നുള്ളതിൻ്റെ തർക്കം വരും. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഇപ്പോൾ ബന്ധുക്കൾ ആണെങ്കിൽ അടുത്തടുത്ത വീടുകളിൽ ബന്ധുക്കൾ, ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ തന്നെ 3 ഫാമിലി താമസിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരേ കുടുംബങ്ങൾ. ഞങ്ങളീ പറഞ്ഞതുപോലെ സാധ്യതയുള്ള ഒരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട്. ആ കാര്യവും അതിൻ്റെ ഭാഗമായി പരിശോധിക്കുന്നു. അവിടെ ഫ്ലാറ്റുകളൊക്കെ അങ്ങനെ വളരെ കുറവാണ്, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ. അങ്ങനെ ക്യാമ്പിലുള്ളവരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ടായിരിക്കും ആളുകളെ വിഭജിച്ച് നൽകുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പ്രക്രിയ നടക്കുന്നത്. ഈ പ്രക്രിയ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. സിസ്റ്റമാറ്റിക് ആയാലേ പിന്നെ പരാതിയില്ലാത്ത ഒരു സ്ഥിതി വരികയുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യുന്നു. ഈ ഒരുമിച്ച് നിൽക്കേണ്ടവരെ ഒരുമിച്ച് നിർത്താനുള്ള സംവിധാനം, വേറിട്ട് നിൽക്കേണ്ടവരെ വേറിട്ട് നിൽക്കാനുള്ള സംവിധാനം. ചിലർ സ്വയം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ ബന്ധുവുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാമെന്ന് പറയുന്നു. അവരെ അപ്പോൾ തന്നെ ബന്ധു വീട്ടിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ചിലർ ഇന്ന സ്ഥലത്തൊരു വാടക വീടുണ്ട്, എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധു പറഞ്ഞതാണ്, അതുകൊണ്ട് ആ വാടക വീട്ടിൽ ഞാൻ താമസിച്ചോളാം, വാടക കൊടുത്ത് താമസിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം അതായിട്ട് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ആ സൗകര്യം ഒരുക്കി കൊടുക്കും. വാടകയും മറ്റും സർക്കാർ നൽകും. ചിലർ അങ്ങനെയല്ല, ഈ വാടക വീടുകൾ സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി വരുന്നിടത്തായിരിക്കണം താമസിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ ആരൊക്കെ എവിടെ പോകണം, ഇതാണ് വിഷയം. ആരൊക്കെ എവിടെ പോകണം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആലോചിക്കുന്നു. 4മത്തേത് സർക്കാർ ക്വാർട്ടേഴ്സ്. സർക്കാർ ക്വാർട്ടേഴ്സിൽ എങ്ങനെ ആര് പോകണം എന്നുള്ളതിനും കൃത്യമായി ഒരു രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്. കൂടുതൽ നഷ്ടം സംഭവിച്ചവരുണ്ട്, മരണം സംഭവിച്ചവരുണ്ട്, അവർക്കൊക്കെ പ്രഥമ പരിഗണന കൊടുക്കും. ആ നിലയിലാണ് ഇത് ആലോചിക്കുക. ഒരു തരത്തിലുള്ള പ്രയാസവുമില്ലാതെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് വീടൊക്കെ തയ്യാറായി നമ്മൾ ഈ കാര്യം കൂടി പ്രൊസീജിയർ കൂടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ചിലരിപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം ക്യാമ്പിലെ സ്ഥിതിയാണ്. ക്യാമ്പിലെ സ്ഥിതി ഞാൻ പറഞ്ഞു. പൊതുവേ മെഡിക്കൽ കൗൺസിലിംഗ് ക്യാമ്പിൽ നിന്ന് പോയാലും വേണ്ടി വരും. ഇപ്പോൾ ക്യാമ്പിൽ നൽകുന്നത് പോലെ ക്യാമ്പിൽ നിന്ന് പോയാലും മെഡിക്കൽ കൗൺസിലിംഗ് വേണ്ടി വരും. അത് എവിടെയാണോ താമസിക്കുന്നത് താൽക്കാലികമായി അവിടെ മെഡിക്കൽ കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി നാളെ പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ സംവിധാനം വന്നാലും അവിടെയും ഈ ഒരു നിലയിലെ ഭാഗമായിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. അതിൻ്റെ മാനസികമായ പ്രയാസം, പഴയ ഓർമ്മകളൊക്കെ വരും. അവിടെയും ഈ സംവിധാനം ഉണ്ടാവും. ഇങ്ങനെ വളരെ
ഏതൊക്കെ നിലയിൽ ഇടപെടാൻ വേണ്ടി പറ്റുമോ ആ നിലയിലൊക്കെ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പോരായ്മകൾ എവിടെയെങ്കിലും ക്യാമ്പിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടായി ചൂണ്ടിക്കാട്ടാൻ മടി കാണിക്കരുത്. ഞങ്ങളുടെ നമ്പറുകളുണ്ട്, ഒക്കെ പരസ്യപ്പെടുത്തിയതാണ്. അതിലറിയിക്കാം, അല്ലാതെ അറിയിക്കാം, എല്ലാ വഴിയിലും അറിയിക്കാം. അതപ്പം തന്നെ പരിഹരിക്കാൻ ഇടപെടുക. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട്, ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ വിഷയമുണ്ട്, സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട്, ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ അപ്പോൾ പരിഹരിക്കുന്നുണ്ട്. ആ നിലയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമായിരുന്നു ഈ പോക്കറ്റ് മണി എന്നുള്ളത്. ഒരു ചെറിയ തുകയെങ്കിലും അവരുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിലും വേണം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. നേരത്തെ ജോലി എടുക്കുന്നവരാണ്, ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറിയവരാണ്. അപ്പോൾ ദിവസം ഒരു ചെറിയ തുകയെങ്കിലും അന്ന് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. ഒരു വീട്ടിലെ ഒരാൾക്ക് 300 രൂപ, 2 പേർക്ക് 600 രൂപ എന്നുള്ളത്. അത് എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കുറച്ചു പേരെങ്കിലും ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അതിനൊരു വൈകൽ എന്തുകൊണ്ടാണ്? ഇല്ല, വൈകലിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഉടനെ തന്നെ അത് കൊടുത്തു തീർക്കും. ഇവിടുന്ന് ബന്ധുവീട്ടിൽ പോയാൽ ബന്ധുവീട്ടിലുള്ളവർക്കും കൊടുത്തു തീർക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ അത് പ്രത്യേകം ചർച്ച ചെയ്തിരുന്നു. എത്രയും വേഗത്തിൽ ആ കാര്യം നടപ്പിലാക്കും എന്നുള്ളത് ആ യോഗം പൊതുവെ വിലയിരുത്തിയാണ്. മുഖ്യമന്ത്രി പ്രത്യേകത ചൂണ്ടിക്കാട്ടിയതാണ്. അതുപോലെ ലാസ്റ്റായി മന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ പുനരധിവാസത്തിന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിലെ ദുരന്ത സാധ്യത കൂടി പരിശോധിക്കാനായി ദേശീയ ഭൗമശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘം അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിശോധന അവിടെ നടക്കുന്നു. അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾക്ക് അടുത്ത് തന്നെ വേണമെന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. കാരണം അതിൽ തോട്ടത്തിൽ, അവിടെ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നവരാണ്, അവിടെ ചുറ്റുവട്ടത്ത് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അതേസമയം ഇവരുടെ സുരക്ഷിതത്വം നോക്കുകയും വേണം. അപ്പോൾ ഇവിടെ നിന്നും മാറി ഏറെ ദൂരെ ആയിരിക്കും ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഒരുപാട് ഭൂമി പെർമനൻറ്റ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഭൂമി ഗവൺമെൻറ് കണ്ടെത്തിയതുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പൊതു പഠനം നടത്തി ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത് എത്ര, ആ സ്യൂട്ടബിളായിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ, അതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അത് വേഗത്തിൽ തന്നെ പരിശോധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്യും. ആ വിഷയം പരിഹരിക്കുക. എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന നിലയിൽ, മറ്റ് പരാതികളില്ലാത്ത നിലയിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചു പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.